அதே மாதிரி இவ்வளோ நாள் இது பண்ணாதவங்க இப்போ சடனாக வந்து ஒரு லேடி, உங்களுக்கே அது தெரியும், நான் யாருன்னு சொல்கிறது உங்களுக்கே தெரியும், அவங்க சடனாக வந்து ஏதோ தப்பாக ஏதோ சொல்கிறாங்க. பட் நாங்கள் எங்கள் சைட்லேருந்து നടൻ ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻ ഭാര്യ ഡോക്ടർ എലിസബത്ത് ഉദയൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ബാലയ്ക്കെതിരെ പീഡന ആരോപണം ഉൾപ്പെടെ ഡോക്ടർ എലിസബത്ത് ഉയർത്തിയിരുന്നു. ഇപ്പോഴിതാ മറ്റൊരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് ബാല. കരൾമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞ ശേഷം തെറ്റായ മരുന്ന് നൽകി എന്നാണ് ബാലയുടെ ആരോപണം. എന്നാൽ ആരാണ് മരുന്ന് നൽകിയതെന്ന് ബാല വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇതേ തുടർന്ന് അത് എലിസബത്ത് ആണെന്നുള്ള നിഗമനത്തിലാണ് നിരവധി കമന്റുകൾ വന്നത്. 2 വർഷത്തിന് മുൻപ് ബാല മരിച്ചുവെന്ന വാർത്ത പരന്നിരുന്നു. പക്ഷേ ഇതാ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇരുന്നത് എന്നെ തന്നെ പരിചയപ്പെടുത്തുന്നു. കഴിഞ്ഞ വർഷം എൻ്റെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം തെറ്റായ മരുന്ന് നൽകി. ഇക്കാര്യം അറിയാതെ കുറേ നാൾ ആ മരുന്ന് കഴിച്ചു. പക്ഷേ അത് നൽകിയ ആളുടെ പേര് ഞാൻ പറയില്ല. ദൈവം എന്നെ രക്ഷിച്ചു. അതിനുശേഷം 10 ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞു. ആ സമയത്ത് ആരും എന്നെ കാണാൻ വന്നില്ല. കഴിഞ്ഞ 1.5 വർഷമായി എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് കോകിലയാണ്. ഔദ്യോഗിക വിവാഹം 3 മാസങ്ങൾക്ക് മുമ്പായിരുന്നു. അതിനു മുമ്പേ ഞങ്ങളുടെ രഹസ്യ വിവാഹം കഴിഞ്ഞിരുന്നു. കോകിലയുടെ വീട്ടിലും പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 25 വർഷമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഞാനിപ്പോൾ വലിയ ഡ്രാമ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. നിയമത്തിൽ കുറച്ച് വിശ്വാസക്കുറവുണ്ട്. അതിലെ ചില കാര്യങ്ങളിൽ തെറ്റുണ്ട്. അതുമൂലം കുറേ പേർ ബുദ്ധിമുട്ടുണ്ടെന്നും ബാല പറയുന്നു.